സുഗമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ മേരി തോമസ് വന്ന് തനുജ മേരി തോമസിൻ്റെ മോളാണെന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എസ്തപ്പാൻ പ്രഭാവതിയോട് പറയുന്നുണ്ടല്ലോ, മേഡത്തിന് വക്കീൽ വേണമെങ്കിൽ ഞാൻ രംഗനാഥൻ വക്കീലിനെ തന്നെ വാദിക്കാൻ സമ്മതിപ്പിക്കാം, 2 യൂറോ കൊടുത്ത് അയാൾ സമ്മതിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട, അയാളെ ഇനി നിർത്തിയാലും ശരിയാവില്ല, നമുക്ക് മിടുക്കരായ വേറെ ഏതെങ്കിലും വക്കീലെ കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ അറിവിലൊരു വക്കീലുണ്ട്, ശശാങ്കൻ എന്നാണ് പേര്. ആ വക്കീൽ മേഡം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരാളല്ല, ആ വക്കീലിനെ കണ്ടാലേ മേഡത്തിന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, നമുക്ക് ആ വക്കീലിനെ കാണാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നമുക്ക് സൗകര്യം പോലെ പോവാം, ആ വക്കീലിനെ നമ്മൾ കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ സാർ ഉറപ്പായിട്ടും പുറത്തിറങ്ങുമെന്നൊക്കെ പ്രഭാവതിനോട് എസ്തപ്പാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നന്ദുവും ദേവികയും പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതുവരെ വക്കീലൊന്നും ആയില്ലല്ലോ, ഇനി കേസിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, അവസാന നിമിഷം വക്കീലിനെ കിട്ടിയാൽ കേസ് പഠിച്ചു വരാൻ സമയം എടുക്കൂലേ, അപ്പോൾ അത് നമ്മളുടെ കേസിനെ ദോഷമായി ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നമുക്കൊരു വക്കീലിനെ കിട്ടിയിട്ടുണ്ട്, ആരാ വക്കീലിനെ ഏർപ്പാട് ചെയ്ത് തന്നതെന്ന് ചോദിക്കുമ്പം അത് നമ്മുടെ എസ്തപ്പാനാണ് വക്കീലിനെ ഏർപ്പാടാക്കി തന്നതെന്ന് പറയുമ്പോൾ നന്ദുവും ദേവിക ഇങ്ങനെ നോക്കുന്നുണ്ട്. എസ്തപ്പാൻ എന്ന് പറയുന്നത് ആ ഗുണ്ടയല്ലേ, അയാൾക്ക് എവിടെ നിന്നാണ് വക്കീലിനെ കിട്ടിയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എസ്തപ്പാൻ ഗുണ്ടയായതുകൊണ്ട് തന്നെ എസ്തപ്പാന് ഒരുപാട് വക്കീലന്മാരെ പരിചയമുണ്ട്, അതിൽ നിന്നും ഏറ്റവും നല്ലൊരു വക്കീലിനെയാണ് എസ്തപ്പാൻ എനിക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്, ശശാങ്കൻ എന്നാണ് പേര്, അയാളെ ഒന്ന് നേരിട്ട് പോയി കാണാൻ എസ്തപ്പാൻ എന്നോട് പറഞ്ഞിരുന്നു, അപ്പം ഞാൻ പോകുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി പോയി അയാളെ ഒന്ന് കണ്ടിട്ട് വാന്ന് പറയുന്നുണ്ട് നന്ദുവിനോട്. അപ്പം നന്ദു പറയുന്നുണ്ട് എന്നാൽ ഞാനും ദേവിയും കൂടി പോയി അയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. അയാളുടെ വീട് എവിടെയാണെന്നൊക്കെ എസ്തപ്പാനോട് പ്രഭാവതി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം നന്ദുവും ദേവിയും കൂടി ആ സ്ഥലത്ത് ചെന്ന് ശശാങ്കൻ വക്കീലിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പം അവിടെയുള്ള ആർക്കും തന്നെ ശശാങ്കൻ വക്കീൽ ആരാന്ന് അറിയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതുപോലെ പേരുള്ള ഒരു വക്കീലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് നന്ദുവും ദേവികയും ഇങ്ങനെ പലരോടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊന്നും ഇതുപോലെ പേരുള്ള ഒരു വക്കീലിനെ അറിയില്ല. പിന്നീട് പ്രഭാവതിനെ വിളിച്ചു പറയുമ്പോൾ പ്രഭാവതി എസ്തപ്പാനെ വിളിക്കുന്നുണ്ട്, എസ്തപ്പാനോട് ചോദിക്കുന്നുണ്ട് എസ്തപ്പാൻ പറഞ്ഞ പേരിലൊരു വക്കീൽ അവിടെ ഇല്ലയെന്നാണല്ലോ നന്ദുവും ദേവികയും ചെന്ന് അന്വേഷിച്ചപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവർക്കത് തെറ്റുപറ്റിയതാണ്, ശശാങ്കൻ വക്കീൽ അവിടെ പുതിയതായി താമസം വന്നതാണ്, അതുകൊണ്ടാണ് അവിടെയുള്ളവർക്ക് അറിയാത്തത്, ഞാൻ വക്കീലിനെ വിളിച്ചുകൊണ്ട് മേഡത്തിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് എസ്തപ്പാൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മേരി തോമസിനെയാണ്. മേരി തോമസ് സിദ്ധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് പ്രഭാവതി മേഡത്തിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തനൂജ എൻ്റെ മകളാണെന്നുള്ള കാര്യം പൊതുജനങ്ങളുടെ മുമ്പിൽ സമ്മതിക്കാമെന്ന്, അപ്പം അതിന് വേണ്ട മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ഞാൻ പ്രഭാവതിയോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തനൂജ എൻ്റെ മകളാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചോളാം, അപ്പോൾ പിന്നെ സിദ്ധാർത്ഥൻ്റെ കേസിന് അത് അനുകൂലമായി വരും, ബലരാമൻ ആണ് തനൂജയുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തനൂജയ്ക്ക് പിന്നെ സിദ്ധാർത്ഥനോടുള്ള വൈരാഗ്യവും മാറും, പിന്നെ സിദ്ധാർത്ഥൻ്റെ പുറകെ കേസുമായിട്ട് തനൂജ വരെയുമില്ല എന്നൊക്കെ പറയണു, എന്നാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ചെയ്യണമെന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നത്. ഇതിപ്പോൾ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഒരു കുഞ്ഞുണ്ടായിട്ടും അതൊക്കെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച് രാഷ്ട്രീയത്തിലെ വിജയം നോക്കി സ്വന്തം മകളെ തള്ളിക്കളഞ്ഞ മേരി തോമസിനോട് എല്ലാവർക്കും വിരോധം വരും, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പുറത്ത് പറയുന്നതിന് മുമ്പ് നല്ലവണ്ണം ഒന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പം മേരി തോമസ് പറയുന്നുണ്ട് ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല, എൻ്റെ കുഞ്ഞ് ജനിച്ചതും വളർന്നതും ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അവൾ ജീവിച്ചിരിക്കണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ അടുത്ത കാലം വരെ, ഇപ്പോഴാണ് അതെൻ്റെ മോളാണ് തനൂജ എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ, ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മോളെ എൻ്റെ കൂടെ നിർത്തി സ്നേഹം കൊടുത്ത് വളർത്തണം, ഒരിക്കലും ഇനി എനിക്ക് എൻ്റെ മോളെ വിട്ട് കളയാൻ പറ്റില്ല, അതുപോലെ തന്നെ ബലരാമൻ സാറിൻ്റെ വീട്ടിൽ ഇനി അവൾ താമസിക്കുന്നതിലും അർത്ഥമില്ല, ബലരാമൻ സാറിൻ്റെയും എൻ്റെയും മോളാണ് തനൂജ എന്നുള്ള വിവരം തനൂജയെ ഞാൻ നേരിട്ട് ചെന്ന് അറിയിക്കാൻ പോവാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് തനൂജേനെയും ചന്ദ്രമതിനെയാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസ് വക്കീൽ ഒഴിഞ്ഞ കാര്യമൊക്കെ തനൂജ പറഞ്ഞ് ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ട്, അത് കേട്ട് ചന്ദ്രമതിക്ക് സന്തോഷമാവുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും സിദ്ധാർത്ഥന് ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എൻ്റെ ഭർത്താവിനെ കൊന്നത് സിദ്ധാർത്ഥൻ തന്നെയാണ്, അയാൾ രക്ഷപ്പെടാൻ പാടില്ല, അയാൾക്ക് തൂക്കുകയറ് തന്നെ കിട്ടണമെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ ത്യാഗരാജനും പറയുന്നുണ്ട്
ഇനി പ്രഭാവതിക്ക് ഒരു രക്ഷയുമില്ല. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ കേസ് വക്കീൽ ഒഴിഞ്ഞത് തന്നെ. ഇനി അവർക്ക് പൈസ അറേഞ്ച് ചെയ്യാനും പറ്റില്ല. പിന്നെ പാർട്ടിക്കാരെല്ലാവരും അവരെ കൈവിട്ട പോലെയാണ്, ആരും സഹായിക്കണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് 3 പേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇനിയാണ് പ്രഭാവതിക്ക് ശരിക്കുള്ള പണി ഞാൻ കൊടുക്കാൻ പോകുന്നത്. ആ പ്രഭാവതിയെ ഞാൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ തനൂജയും പറയുന്നുണ്ട്, ത്യാഗരാജൻ ചേട്ടൻ ഇപ്പോഴാണ് ശരിക്കും പഴയ ത്യാഗരാജൻ ചേട്ടനായത്. ഇത്രയും ദിവസം ത്യാഗരാജൻ ചേട്ടൻ ഒരു പാവം പോലെയായിരുന്നു ആയിരുന്നത്. അപ്പം തന്നെ എനിക്ക് ത്യാഗരാജൻ ചേട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നൂല്ലോ എന്ന് തോന്നിയായിരുന്നു എന്നൊക്കെ പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഞാനത് ആ പ്രഭാവതിയുടെ മുമ്പിൽ വെറുതെ ആക്ട് ചെയ്തതല്ലേ, എൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അവസരം കിട്ടുമ്പോൾ ഞാൻ ആ പ്രഭാവതിക്ക് നല്ല പണി തന്നെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മേരി തോമസ് ചന്ദ്രമതിയുടെ വീടിൻ്റെ അവിടെ കാറിൽ വന്ന് ഇറങ്ങണയാണ് കാണിക്കണേ. കാറിൻ്റെ സൗണ്ട് കേട്ടതും തനൂജയും ചന്ദ്രമതിയും ആരോ നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് മുൻവശത്തേക്ക് വരുന്നു. ആ സമയത്ത് മേരി തോമസാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ തനൂജ പറയുന്നുണ്ട്, ഓ മിനിസ്റ്ററാണല്ലോ, മിനിസ്റ്റർ എന്താ ഈ വഴിക്കൊക്കെ എന്ന് പറയുന്നു. എന്നിട്ട് ചന്ദ്രമതി വാ മേഡം കയറി ഇരിക്കുന്നും പറഞ്ഞ് മേരി തോമസിനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അകത്ത് കയറി കഴിയുമ്പോൾ മേരി തോമസ് ത്യാഗരാജനെ കണ്ടിട്ട് ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പം ചന്ദ്രമതിയും ത്യാഗരാജനും പറയുന്നുണ്ട്, അത് മേഡം ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, ആക്സിഡൻറ്റിൽ എനിക്ക് കുറേ പരിക്കൊക്കെ പറ്റി, ഞാനിപ്പോൾ റെസ്റ്റിലാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം മേഡം എന്താ ഇവിടെ വെറുതെ വന്നതാണോ, പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മേരി തോമസ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. തനൂജ സിദ്ധാർത്ഥൻ്റെ മകളാണെന്നും പറഞ്ഞാണല്ലോ സിദ്ധാർത്ഥനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ അത് അങ്ങനെയല്ല. ശരിക്കും സിദ്ധാർത്ഥൻ ഇതിൽ നിരപരാധിയാണ്. തനൂജ സിദ്ധാർത്ഥനെതിരെയുള്ള കേസെല്ലാം പിൻവലിക്കണം, സിദ്ധാർത്ഥനെ വെറുതെ വിടണം. കാരണം സിദ്ധാർത്ഥൻ വെറും നിരപരാധിയായ ഒരാളാണ്. ഒരു നിരപരാധിയെ നമ്മൾ ഇതുപോലെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നൊക്കെ തനൂജയോട് പറയുമ്പം മേരി തോമസിനോട് തനൂജ ചോദിക്കുന്നുണ്ട്, മേഡം അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല, അതിന് വേണ്ടിയിട്ടും അല്ല ഞാൻ വന്നത്. ശരിക്കും സിദ്ധാർത്ഥൻ നിരപരാധിയാണെന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ്. നിൻ്റെ അച്ഛൻ ആരാന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അതുപോലെ നിൻ്റെ അമ്മ ആരാന്നും എനിക്കറിയാമെന്ന് പറയുമ്പം തനൂജ, മേഡം അതൊക്കെ എങ്ങനെയാണ് അറിയണേ, എന്നാൽ മേഡം പറ എൻ്റെ അമ്മ ആരാ, ആ സ്ത്രീ ആരാന്ന് മേഡം തന്നെ പറയാമെന്ന് പറയുമ്പം അത് വേറെ ആരുമല്ല, നിൻ്റെ മുമ്പിലിരിക്കണ ഈ ഞാൻ തന്നെയാണ് നിൻ്റെ അമ്മ. അത് കേട്ട് തനൂജ വല്ലാണ്ട് ഷോക്കായതുപോലെ അവരുടെ നേരെ നോക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഞെട്ടി നോക്കുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ ജനിച്ചതും വളർന്നതും ഇത്രയും വലുതായതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത സമയത്താണ് ഞാനിതൊക്കെ അറിഞ്ഞത്. ആ അറിഞ്ഞ സമയത്ത് എനിക്കിത് നിന്നോട് തുറന്ന് പറയാനും സാധിച്ചില്ല. അപ്പോഴേക്കും സിദ്ധാർത്ഥൻ സാറ് കൊലക്കേസിൽ പെട്ട് ജയിലിലാവുകയും ചെയ്തു. ഇനിയിപ്പോൾ സിദ്ധാർത്ഥൻ സാറിനെ രക്ഷിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നും എൻ്റെ മുമ്പിലില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരി ആയാലും എനിക്ക് കുഴപ്പമില്ല, നീ സത്യം അറിയണം. സിദ്ധാർത്ഥൻ സാറ് നിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് നീ അവരോട് യുദ്ധത്തിന് നിൽക്കരുത്. ശരിക്കും നിൻ്റെ അച്ഛൻ ബലരാമൻ സാറാണ്. ഈ സത്യം പ്രഭാവതിക്കും സിദ്ധാർത്ഥൻ സാറിനും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അവരത് നിന്നോട് പറയാത്തത് എനിക്ക് സമൂഹത്തിലുള്ള വിലയും നിലയും നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് നീ ഈ സത്യം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. എന്നിട്ട് നീ എൻ്റെ കൂടെ വരണം. നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം. ഇത്രയും കാലം നിനക്ക് എൻ്റെ സ്നേഹവും എനിക്ക് നിൻ്റെ സ്നേഹവും കിട്ടിയില്ല. ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാം. അതുകൊണ്ട് നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ വന്നെന്നൊക്കെ പറയുമ്പം തനൂജ ഭയങ്കര ദേഷ്യത്തോടു കൂടി, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു, ഞാൻ ആരുമില്ലാത്ത ഒരു അനാഥയെ പോലെ ജീവിച്ചപ്പം നിങ്ങൾ മന്ത്രി പദമൊക്കെ അലങ്കരിച്ച് സുഖവാസത്തിലല്ലായിരുന്നോ, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആവശ്യം എന്താ, ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിങ്ങനെ മേരി തോമസ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.